Hi everyone, this is Abhinsay from Everything on About Apple. 2022 നിങ്ങൾക്കൊരു ആപ്പിൾ വാച്ച് വാങ്ങാം. പക്ഷേ സീരീസ് 7 അകത്ത് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആയിക്കൊള്ളും. ഒന്ന് ആപ്പിൾ വാച്ച് സീരീസ് 3യും രണ്ടാമത്തെ ഓപ്ഷൻ ആപ്പിൾ വാച്ച് SEയും ആയിരിക്കും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. അവിടെ ജോയിൻ ചെയ്യാത്ത എല്ലാവരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സും അതേപോലെ എല്ലാ കാര്യങ്ങളും ആ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്ക് ടു അവർ ടോപ്പിക്. അപ്പോൾ ഈ വീഡിയോ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്ന് ആപ്പിൾ വാച്ച് SEയുടെ ഗുണങ്ങൾ, രണ്ടാമത്തെ ആപ്പിൾ വാച്ച് SE ആണോ അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് സീരീസ് 3 ആണോ നമുക്ക് ആ ഒരു ക്യാഷിന് വർത്ത് ആവുന്നത്. തുടക്കം തന്നെ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ പ്രൈസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആപ്പിൾ വാച്ച് SE 44mm ആണ്. ഇതിന് വരുന്നത് 39,900 രൂപയാണ് ഇതിന് വരുന്നത്. നേരെ മറിച്ച് 40mm ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് 29,900 രൂപയ്ക്ക് ലഭിക്കും. ആപ്പിൾ വാച്ച് സീരീസ് 3 ഏകദേശം 23,000-24,000 രൂപയ്ക്ക് നമുക്ക് ലഭിക്കും. പക്ഷേ അവിടെ തൊട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഏറ്റവും ആദ്യം നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടത് ഡിസ്പ്ലേയുടെ കാര്യത്തിലാണ്. ആപ്പിൾ വാച്ച് SEയിൽ 30% ബിഗ്ഗർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീരീസ് 4 മുതൽ സീരീസ് 6 വരെയുള്ള എല്ലാ വാച്ച് ഫേസും ഇൻക്ലൂഡിങ് ഓൾ കോംപ്ലിക്കേഷൻസ് നമുക്ക് ആപ്പിൾ വാച്ച് SEയിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആപ്പിൾ വാച്ച് സീരീസ് 3യിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള വാച്ച് ഫേസ് മാത്രമായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം അതിൻ്റെ ഡിസ്പ്ലേ ചെറുതാണ്, പല കോംപ്ലിക്കേഷൻസും പല വാച്ച് ഫേസും നമുക്ക് ലിമിറ്റഡ് ആയിരിക്കും. പിന്നീട് ആപ്പിൾ വാച്ച് SEയിലേക്ക് തന്നെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്ത് ഈ വാച്ച് നമ്മൾ വെയ്ക്ക് ചെയ്യുമ്പോൾ അതിന് ചുറ്റും വരുന്ന ആ ഒരു ബ്ലൂ ഇൻഡിക്കേഷനാണ് എന്നെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്തത്. അത് തന്നെയാണ് ഈ ഒരു ഓപ്ഷൻസ് ഒന്നും നമുക്ക് ആപ്പിൾ വാച്ച് സീരീസ് 3യിൽ ലഭിക്കുന്നതല്ല. നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് ആപ്പിൾ വാച്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ്. ആപ്പിൾ വാച്ച് സീരീസ് 3യിൽ ഉപയോഗിച്ചിരിക്കുന്നത് S3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. പക്ഷേ ആപ്പിൾ വാച്ച് SEയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആപ്പിൾ വാച്ച് സീരീസ് 5ലെ S5 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ വാച്ച് സീരീസ് 3നെക്കാട്ടും 2 times ഫാസ്റ്റർ ആയിരിക്കും നമ്മുടെ ആപ്പിൾ വാച്ച് SE. പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് ഫാസ്റ്ററായിട്ടും സ്മൂത്തറായിട്ടും നമുക്ക് ആപ്പിൾ വാച്ച് SEയിലായിരിക്കും ചെയ്യാൻ പറ്റുക. പിന്നീട് വരുന്നത് ഈ ഒരു വാച്ചിൻ്റെ സെൻസേഴ്സിലും ബാക്കി കാര്യത്തിലുമാണ്. നമുക്ക് ആപ്പിൾ വാച്ച് സീരീസ് 4 മുതൽ 7 വരെയുള്ള ഫോൾ ഡിറ്റക്ഷൻ ആപ്പിൾ വാച്ച് SEയിൽ അവൈലബിൾ ആണ്. നമ്മൾ പെട്ടെന്നൊരു ഹോട്ട് ഫോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എമർജൻസി കോൺടാക്റ്റിലേക്ക് ഒരു മെസ്സേജ് പോകുന്ന ഓപ്ഷൻ ഈ ഒരു ആപ്പിൾ വാച്ച് SEയിൽ ലഭിക്കുന്നതാണ്. പിന്നെ ഇൻ്റർനാഷണൽ എമർജൻസി കോൺടാക്റ്റ് ഈ ഒരു കാര്യം ആപ്പിൾ വാച്ച് SEയിലായിരിക്കും ലഭിക്കുന്നത്. പിന്നീട് ആപ്പിൾ വാച്ച് സീരീസ് 4 മുതൽ ആപ്പിൾ വാച്ച് സീരീസ് 7 വരെ ഉപയോഗിക്കുന്ന ആ ഡിവൈസിൽ കിട്ടാത്ത ഒരു സെൻസർ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നമുക്ക് SEയിൽ ലഭിക്കില്ല. അതാണ് നമ്മുടെ ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ നമുക്ക് ആപ്പിൾ വാച്ച് സീരീസ് SEയിൽ ലഭിക്കില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ആപ്പിൾ വാച്ച് സീരീസ് 4ലും ആപ്പിൾ വാച്ച് സീരീസ് 3ലും ഇല്ലാത്ത ഒരു ഫീച്ചർ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അതാണ് കോമ്പസ്. ഈ ഒരു കോമ്പസ് എന്ന ഫീച്ചർ SEയിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഓവറോൾ പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു ഫീച്ചേഴ്സും നമുക്ക് സീരീസ് 3യിൽ ലഭിക്കുന്നതായിരിക്കില്ല. അതോടൊപ്പം ആപ്പിൾ വാച്ച് SEയുടെ വെയിറ്റ് വരുന്നത് 36.4 ഗ്രാമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടാവില്ലേ ആപ്പിൾ വാച്ച് SE ആണോ അതോ ആപ്പിൾ വാച്ച് 3 ആണോ നല്ലതെന്ന്? നമ്മുടെ രണ്ടാമത്തെ കാര്യം അത് തന്നെയായിരുന്നു. ഒരു ആപ്പിൾ വാച്ച് 3 യൂസറായ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരിക്കലും ആപ്പിൾ വാച്ച് സീരീസ് 3 നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് അത്രയും ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല എന്നെങ്കിൽ മാത്രം നിങ്ങൾ സീരീസ് 3 എടുക്കുക. ഒരു ബേസിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ആക്യുറേറ്റും ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്തായാലും നിങ്ങൾ സീരീസ് 3 നോക്കാതെ സീരീസ് SE കൺസിഡർ ചെയ്യുക. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വെച്ച് നോക്കുമ്പോൾ ആപ്പിൾ വാച്ച് SE ഈസ് മൈൻഡ് ബ്ലോവിങ്.
അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ പിന്നെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും ഉണ്ട്. അതേപോലെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ നമ്മുടെ ആപ്പിൾ കമ്മ്യൂണിറ്റിയിൽ ഒരു ആപ്പിൾ മെമ്പർ ആവാൻ നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. This is your Bin Sayer signing from everything you want to know about Apple.